നടപ്പ് സാമ്പത്തിക വർഷത്തിലേക്കുള്ള റിസർവ് ബാങ്കിൻ്റെ പണനയ സമിതി അഥവാ MPCയുടെ 5ാം ദ്വൈമാസ അവലോകന യോഗം അവസാനിച്ചു. വായ്പകളുടെ പലിശ നിരക്കിനെ നേരിട്ട് സ്വാധീനിക്കുന്ന റിപ്പോ റേറ്റ് 6% തന്നെ നിലനിർത്തി. എന്നിരുന്നാലും അപ്രതീക്ഷിതമായി ക്യാഷ് റിസർവ് റേഷ്യയിൽ 50 BPS അഥവാ 0.5% കുറയ്ക്കുമെന്ന് റിസർവ് ബാങ്ക് പ്രഖ്യാപിച്ചു. ബാങ്കുകളുടെ അറ്റപലിശ വരുമാനത്തിൽ വർധനയുണ്ടാകാൻ ഈ നീക്കം സഹായിക്കും. ഇതോടെ റിസർവ് ബാങ്ക് പണനയ പ്രഖ്യാപന വേളയിൽ തകർച്ച നേരിട്ട ഓഹരി വിപണിയും കരകയറി. ബാങ്ക് ഓഹരികൾ താരതമ്യേന ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചതാണ് പ്രധാന ഓഹരി സൂചികളെ കരകയറ്റിയത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ക്യാഷ് റിസർവ് റേഷ്യോ എന്താണെന്നും ഇപ്പോൾ 0.5% കുറയ്ക്കുന്നതിൻ്റെ പ്രാധാന്യവും ഇതിലൂടെ കൂടുതൽ നേട്ടം ലഭിക്കാവുന്ന ബാങ്കുകളും ഏതൊക്കെയെന്ന് നോക്കാം. ഒരു ബാങ്കിൻ്റെ മൊത്തം നിക്ഷേപത്തിൽ നിന്നും റിസർവ് ബാങ്കിൽ കരുതലായി സൂക്ഷിക്കേണ്ട പണത്തിൻ്റെ അളവിനെയാണ് കരുതൽ ധന അനുപാതം അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉപഭോക്താക്കളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായുള്ള നടപടിയുടെ ഭാഗമാണിത്. കരുതൽ ശേഖരമായി മാറ്റിവെച്ചിരിക്കുന്ന തുകയിൽ നിന്നും വായ്പ നൽകാനോ മറ്റ് നിക്ഷേപത്തിനായി വിനിയോഗിക്കാനോ അനുവാദമില്ല. ഇത്തരത്തിൽ സൂക്ഷിക്കുന്ന കരുതൽ ധനശേഖരത്തിന് റിസർവ് ബാങ്കിൽ നിന്നും പലിശയും ലഭിക്കില്ല. ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകൾക്ക് മാത്രമാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന നിബന്ധന ബാധകമായിട്ടുള്ളത്. ഗ്രാമീണ ബാങ്കുകൾക്കും ബാങ്കേതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഈ നിബന്ധന ബാധകമല്ല. അതേസമയം രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തിലുള്ള പണലഭ്യത അഥവാ ലിക്വിഡിറ്റി നിയന്ത്രിക്കുന്നതിനായി പണപ്പെരുപ്പ ഭീഷണി നേരിടാനും ബാങ്കുകളുടെ ഭാഗത്തു നിന്നും അമിതമായ വായ്പകൾ നൽകുന്നതിന് കടിഞ്ഞാണിടാനും ഒക്കെയുള്ള ഒരു ഫലപ്രദമായ ഉപാധിയായി ക്യാഷ് റിസർവ് റേഷ്യോ റിസർവ് ബാങ്ക് പ്രയോജനപ്പെടുത്തുന്നു. പണപ്പെരുപ്പം വർദ്ധിക്കുന്ന വേളയിൽ ക്യാഷ് റിസർവ് റേഷ്യോ ഉയർത്തുകയും മറിച്ച് ഇപ്പോൾ ദൃശ്യമാകുന്ന തരത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച ഇടിയുന്ന ഘട്ടങ്ങളിൽ ക്യാഷ് റിസർവ് റേഷ്യോ താഴ്ത്തി ബാങ്കുകളുടെ പണലഭ്യത വർദ്ധിപ്പിച്ച് വായ്പാ വിതരണത്തെയും നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും റിസർവ് ബാങ്ക് ശ്രമിക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ 2ാം പാദത്തിൽ രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ച അഥവാ GDP വളർച്ചാ നിരക്ക് 5.4% ഇടിഞ്ഞിരുന്നു. വിപണി 6% നിരക്കിൽ സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തുമെന്ന് കരുതിയ സ്ഥാനത്താണ് 7 പാദങ്ങൾക്കിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് GDP വളർച്ചാ നിരക്ക് അപ്രതീക്ഷിതമായി ഇടിഞ്ഞത്. ഇതോടെ ബാങ്ക് വായ്പകളുടെ പലിശ നിരക്കിനെ സ്വാധീനിക്കുന്ന റിപ്പോ നിരക്ക് താഴ്ത്തണമെന്ന മുറവിളി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലും ഉയർന്നു. എന്നാൽ ഉപഭോക്തൃ സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം അഥവാ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഒരു വർഷത്തെ ഉയർന്ന നിലവാരത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ റിപ്പോ നിരക്ക് കുറയ്ക്കുന്ന നിലപാട് സ്വീകരിക്കാൻ റിസർവ് ബാങ്ക് തയ്യാറായതില്ല. തുടർച്ചയായ 11ാമത്തെ പണനയ സമിതിയുടെ യോഗത്തിലും റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്തിയുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തിലെ പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ക്യാഷ് റിസർവ് റേഷ്യോ 0.5% താഴ്ത്താൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. 2022 കർക്കശ പണനയത്തിലേക്ക് മാറിയതിനു ശേഷം രാജ്യത്ത് ആദ്യമായാണ് കരുതൽ ധന അനുപാതം കുറയ്ക്കുന്നത്. ഇതിലൂടെ ബാങ്കുകളുടെ കൈവശം അധികമായി ബന്ധിച്ചിരുന്ന പണം പുതിയ വായ്പകൾക്കായി അധിക ചെലവില്ലാതെ തന്നെ കൈമാറാമെന്നും തൽഫലമായി രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുത്താമെന്നുമാണ് പ്രതീക്ഷ. ഇത്തവണത്തെ RBI പണനയ യോഗത്തിൽ 4.5% നിന്നും ഡിസംബർ 14-നും ഡിസംബർ 28-നും നടപ്പാക്കുന്ന 2 ഘട്ടങ്ങളിലൂടെ ക്യാഷ് റിസർവ് റേഷ്യോ 4% താഴ്ത്തുമെന്നാണ് പ്രഖ്യാപനം. ഇതിലൂടെ രാജ്യത്തെ ബാങ്കുകൾക്ക് 1.16 ലക്ഷം കോടി രൂപ അധികമായി ലഭ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ. രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ SBIയുടെ നിലവിലെ ക്യാഷ് റിസർവ് റേഷ്യോ 4.7%. ഇപ്പോൾ വെട്ടിക്കുറയ്ക്കുന്ന 0.5%-ലൂടെ ഇത് 4.2% ഇതിലൂടെ SBIയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അഥവാ അറ്റപലിശ വരുമാനത്തിൽ 17,000 കോടി രൂപ വർദ്ധിക്കുമെന്നാണ് വിദേശ ബ്രോക്കറേജ് സ്ഥാപനമായ സിറ്റി ഗ്രൂപ്പ് പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ടിലെ അനുമാനം. സമാനമായി രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കിംഗ് സ്ഥാപനമായ HDFC ബാങ്കിന് കരുതൽ ധന അനുപാതത്തിൽ കുറവ് വരുത്തിയതിലൂടെ മുഖ്യ വരുമാനത്തിൽ 9,200 കോടിയിലധികം രൂപയുടെ വർധന കൈവരിക്കാമെന്നുമാണ് നിഗമനം. അതേപോലെ ICICI ബാങ്കിൻ്റെ അറ്റപലിശ വരുമാനത്തിൽ 4,850 കോടിയിലധികവും പഞ്ചാബ് നാഷണൽ ബാങ്കിന് ഏകദേശം 4,600 കോടി രൂപയും ബാങ്ക് ഓഫ് ബറോഡയ്ക്ക് 4,400 കോടി രൂപയുടെയും വർധന അറ്റപലിശ വരുമാനത്തിൽ കൈവരിക്കാമെന്നാണ് സിറ്റി ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സമാനമായി ആക്സിസ് ബാങ്കിന് ഏകദേശം 3,800 കോടിയും കൊടക് മഹീന്ദ്ര ബാങ്കിന് 1,500 കോടി രൂപയും ഇൻഡസിൻഡ് ബാങ്കിന് 1,400 കോടിയും ഫെഡറൽ ബാങ്കിന് 900 കോടി രൂപയും വീതം അറ്റപലിശ വരുമാനത്തിൽ വർധന ഉണ്ടാകുമെന്നാണ് അനുമാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വിഷയമായി വീണ്ടും കാണാം.